എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമ്മുടെ മുടി കറുപ്പിക്കാനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊന്നും അല്ലാണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള ഡൈയും കെമിക്കലൊന്നും അടങ്ങാട്ടത്തുള്ള നല്ലൊരു പാക്കുമാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ഞിപ്പുല്ല് അല്ലെങ്കിൽ കൂരകം എന്നൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ, വളരെ സുലഭമായിട്ട് നമ്മുടെ നാട്ടുകളിൽ കിട്ടുന്നതാണ്, എല്ലാ കടകളിലും കാണും. അത് അന്നേരം അതിൻ്റെ കൂട്ടത്തിലൊരു 3 ബദാമും കൂടെ ചേർത്തിട്ട് നമ്മളൊന്നെങ്കിൽ തലേന്നേ കുതിർത്ത് വെക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അതിന് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. 3-4 മണിക്കൂർ കൊണ്ട് തന്നെ. അതായത് കുതിർന്നതിന് ശേഷം അത് കുതിർക്കുന്നതിന് മുമ്പായിട്ട് നല്ല പോലെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അതിനകത്ത് മണ്ണും പൊടിയൊക്കെ നിറയെ കാണും. എന്നിട്ട് നല്ല പോലെ ഞാനത് കുതിർത്ത് വെച്ചിട്ട് ഇതുപോലെ കല്ലൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല പോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരയത്തില്ല, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നല്ല പോലെ ഞാൻ അരിച്ചെടുക്കണം. ഇതൊരു തവിട് ചേർന്നിട്ടുള്ളതാണല്ലോ. അന്നേരം ഇതിനെ ഞാൻ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കട്ടെ. തുണിയിൽ കോട്ടൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് ഈ ഒരു തവിട് ഒട്ടും തന്നെ ഇല്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നാലും നമുക്ക് പഞ്ഞിപ്പുല്ലിൻ്റെ ആരോഗ്യ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, കുഞ്ഞു കുട്ടികൾക്ക് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന മുലപ്പാൽ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് വെച്ചാൽ പഞ്ഞിപ്പുല്ല് പോലുള്ള കാര്യങ്ങളാണ്. അത് അത്രയേറെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇത് നമുക്ക് ഇപ്പം ഇതിനകത്ത് പഞ്ചസാര ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും കുടിക്കാം. അതുപോലെ തന്നെ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഹെയർ പാക്കായിട്ടും അല്ലെങ്കിൽ ഹെയർ മാസ്ക് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വലിയ മുതൽ മുടക്കം ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് മുടിയെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പാല് അരിച്ചിങ്ങനെ ഒഴിച്ചിട്ട് അടിമട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അന്നേരം ഈ അടിമട്ടോടുകൂടി ആകുമ്പോഴത്തേനും അത് മൊത്തം ആ ഒരു പൊടി നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ മുഖത്തിടുവാണെങ്കിലും അതിങ്ങനെ പറ്റിയിരിക്കും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ആ ഒരു പൊടി നമ്മൾ മാറ്റുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാപ്പാൽ ചേർക്കാം, തേങ്ങയും കൂടെ അരച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതൊന്നും ഇല്ലാണ്ട് വെറും 2 ചേരുവകൾ, ഈ ഒരു പാല് വെച്ചാൽ പഞ്ഞിപ്പുല്ലിൻ്റെ പാലും 3 ബദാമും കൂടെ നല്ലതുപോലെ അരച്ച് അതിന് നല്ലപോലെ അടിയൊന്നും ആ പൊടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ എടുത്തേക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മളിപ്പോൾ കഴിക്കാനാണെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാതെ ചെറിയ തീയിലിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ശർക്കര ചേർക്കാം, കരിപ്പോട്ട് ചേർക്കാം, പനങ്കൽക്കട്ട് ചേർക്കാം, അതും അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. മധുരത്തിന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചേർക്കാം. അതും അല്ലാതെ ഉപ്പിട്ട് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ കുടിക്കാം. ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആഹാരമായിട്ട് കഴിക്കാനല്ല ഇത് എടുത്തേക്കുന്നത്, ഇത് അങ്ങനെയും ചെയ്യാം. ഇതൊരൊറ്റൊരു കാര്യത്തിൽ തന്നെ 3-4 കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പഞ്ഞിപ്പുല്ല് ഉപയോഗിച്ചിട്ട്. ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതി ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ എത്രത്തോളം ഗുണകരമാണ്. അന്നേരം അതുപോലെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമുക്കത് ഉപയോഗിക്കുമ്പോഴും പുറമേ ഉപയോഗിക്കുമ്പോഴും. ഇത് നല്ലപോലെ തണുത്ത് വരട്ടെ. ഇതിപ്പോൾ നല്ലപോലെ തണുത്ത് വന്നപ്പോൾ ഇതുപോലെ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. കട്ടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു ലൂസായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് കട്ടിയാണ്, പക്ഷേ നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ജെല്ലി രീതിയിലോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അന്നേരം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്തിട്ട് കഴിക്കാനുണ്ടെങ്കിൽ തൈരും ഉപ്പും ചേർത്ത് കഴിക്കാം. മുമ്പ് പറഞ്ഞ പഞ്ചസാരയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് കഴിക്കാം. ഈന്തപ്പഴം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വൈറ്റമിൻ ഈയുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ. നമുക്കെല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടുന്നൊരു കാര്യമാണ്. അത്രയേറെ ഗുണകരമാണ്. ഇത് പുറമേ തേക്കുമ്പോഴാണെങ്കിലും ഉള്ളിലോട്ട് എടുക്കുമ്പോഴാണെങ്കിലും ഞാനിപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ മുഖത്തും മുടിയിലും തേക്കാനാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. ആഹാരമായിട്ട് കഴിക്കുന്ന രീതികൾ ഞാൻ പറഞ്ഞു തന്നു. ഈ രീതി നമുക്ക് തൈരും ഇതും ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. നല്ലൊരു വിശപ്പും മാറും. ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ആരോഗ്യം പ്ലസ് സൗന്ദര്യം, കാര്യം നല്ലതായിട്ട് നമുക്ക് സ്കിന്നിനാണെങ്കിലൊക്കെ കളറ് പെട്ടെന്നൊരു നല്ല കളറ് കിട്ടാനും ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ കളറ് കിട്ടുവാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തടിയൊക്കെ കുറഞ്ഞ് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ് പഞ്ഞിപ്പുല്ല് അല്ലെങ്കിൽ പനിക്കുറുക്ക. ഞാനിപ്പോൾ ഇതിലേക്ക് വൈറ്റമിൻ ഈയുടെ ക്യാപ്സ്യൂൾ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ.
അന്നേരം ആഹാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെയർ മാസ്ക് ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഫേസ് പായ്ക്കുമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം, അതിൻ്റെ കൂട്ടത്തിൽ മുട്ട ചേർക്കാം. അതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുക. തൈരും ചേർക്കുന്നില്ല, മുട്ടയും ചേർക്കുന്നില്ല. ഡയറക്റ്റ് നമ്മൾ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു തേക്കുമ്പം തന്നെ ഇങ്ങോട്ട് ഡ്രൈ ആയിട്ട് വരുന്നൊരു രീതിയിലോട്ട് പോകും കേട്ടോ. അന്നേരം ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തേച്ചിട്ട് നമ്മൾ ആ ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. മുഖത്താണെങ്കിലും നല്ല രീതിയിൽ തേച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൈ ആണ്. ബദാം, അതിൻ്റെ കൂട്ടത്തിൽ ലേശം തേങ്ങ, 1-2 ചിരവ തേങ്ങ എടുക്കുക. നമുക്ക് എപ്പോഴും വീട്ടിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ബദാം ഇല്ലെങ്കിൽ അതിന് പകരത്തിന് വേറെ ഒന്നും വേണ്ട. ഈ പറയുന്ന ചേരുവകൾ അത് കുറച്ചെടുത്താൽ മതി. കറിവേപ്പില, ബദാം ഉണ്ടെങ്കിൽ ബദാം കൂടെ ചേർക്കുക. അത് എത്രത്തോളം ഗുണകരമാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആദ്യം കാണിച്ച് പനിക്കുറുക്കി നമുക്ക് ആഹാരമായിട്ടും അല്ലെങ്കിൽ പായ്ക്ക്, ഫേസ് പായ്ക്ക്, ഹെയർ മാസ്ക് ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പനിക്കുറുക്കയെല്ലാം ചേർക്കുന്നുണ്ട്. കറിവേപ്പില, തേങ്ങ ചിരകിയത്, അതിൻ്റെ കൂട്ടത്തിൽ ബദാമും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തതിന് ആ ഒരു ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേന് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കുറേശ്ശെയായിട്ട്. ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ ദോശത്തവയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ദോശത്തവയിലേക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈകൾ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് അല്ല, നാച്ചുറലായിട്ടുള്ളൊരു ഡൈ ആണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു കയ്യിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈലാഞ്ചിയൊക്കെ നമ്മൾ പൊടി വാങ്ങിക്കുന്ന സമയത്ത് നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിക്കുക. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റ് കഴിയാതെ നോക്കി വേണം ഇടാൻ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ തന്നെ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് അരച്ചോ അല്ലെങ്കിൽ ആ ഒരു ഇല ഉണക്കിയിട്ട് അതിൻ്റെ പൊടി ചേർത്തോ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഉള്ളതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്കിപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സവാളയുടെ നീരാണ് കേട്ടോ. ഒരു സവാള നമ്മൾ ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് അതിൻ്റെ നീരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു നീരും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സവാള എത്രത്തോളം ഗുണകരമാണ് മുടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ. സവാളയുടെ നീര്, ഞാനത് എല്ലാം കൂടെ പറയാൻ ഈ ഒരു വീഡിയോയിൽ ഭയങ്കര പാടായിരിക്കും. സവാളയുടെ നീര് വെറുതെ നമ്മൾ പിഴിഞ്ഞ് വെള്ളം ഒഴിക്കാതെ അരച്ചിട്ട് പിഴിഞ്ഞിട്ട്, അതിൽ കുഞ്ഞുള്ളി ആണെങ്കിലും മതി, പിഴിഞ്ഞിട്ട് നമുക്കത് തലയോട്ടിലും തലമുടിയിലും തേക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. മുടി നല്ലതായിട്ട് വളരാനും താരനും ചൊറിച്ചിലൊക്കെ മാറി നല്ല റിസൾട്ട് കിട്ടാനും ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ആ ഒരു ഉള്ളിയുടെ സ്മെല്ല് മാറാനും വേണ്ടി ലേശം ഷാമ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ റോസ്മേരി ലീവ്സും കൂടെ ചേർത്ത് ആ വെള്ളം കൂടെ ഒഴിക്കാൻ, ഒട്ടും തന്നെ ഷാമ്പൂവിന് പകരമായിട്ട് റോസ്മേരി ലീവ്സൊക്കെ നമ്മൾ തേക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടുകയും ചെയ്യും, നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതിപ്പം പിറ്റേ ദിവസം ആയപ്പോഴത്തേന് ഒത്തിരി ഡ്രൈ ആയി വന്നതുകൊണ്ട് നമുക്കിതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പം ഒരു രാത്രി മുഴുവനും ആ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറി നല്ല ഡാർക്ക് കറുപ്പിലോട്ട് വരും. നമ്മളൊരു ഡൈ രീതിയിലോട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ഡൈ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുന്നേ നമ്മൾ എല്ലാ ഭാഗത്തും, മുടി നരച്ച മുടി പോലുള്ള ഭാഗമല്ല, എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. അത്രയേറെ ഗുണകരമാണ്. എന്നിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തി താളിയോ പാടത്താളിയോ എങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അന്നേരം ഞാനെപ്പോഴും പറഞ്ഞത് നമ്മുടെ മുടി ഒരുപാടൊന്നും നരച്ചതല്ല, അങ്ങിങ്ങാട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ. അത് നമ്മൾ തീർച്ചയായിട്ടും മുടി നരയ്ക്കുന്നതിനും മുടി വളരുന്നതിനും മുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, പ്രത്യേകിച്ച് ഒരു ഫേസിന് ആവശ്യമായ നല്ലൊരു ഫേസ് പാക്കും കൂടാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുടി സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും പറയണം, അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അന്നേരം ഇത്രയേ ഉള്ളൂ വീഡിയോ.